മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ജപ്പാനാണ്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ജപ്പാനിലേക്ക് പോകണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം ജപ്പാൻ ഇന്ന് ഒരു ഐഡിയൽ കൺട്രിയാണ്. ഡെവലപ്ഡ് നേഷൻ എന്ന് പറഞ്ഞാൽ അത് ജപ്പാനാണ്. ഇങ്ങനെ പറയുന്ന നിങ്ങൾക്ക് ജപ്പാനിൻ്റെ യഥാർത്ഥ ചരിത്രത്തെപ്പറ്റി അറിയണമെന്നില്ല. ഇമ്പീരിയലിസം തലയ്ക്ക് പിടിച്ച യഥാർത്ഥ ജപ്പാൻ. ഈ ഒരു ചരിത്രം ആരംഭിക്കുന്നത് 7th ഡിസംബർ 1941 US നേവി ബേസിനെതിരെ വളരെ വലിയ ഒരു ആക്രമണം നടത്താൻ പോവുകയാണ്. ഈ ഒരു ആക്രമണത്തെപ്പറ്റി USAക്ക് യാതൊരു വിവരവുമില്ല. ഡോറിസ് മില്ലർ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ ബാവർച്ചി ഉദ്യോഗസ്ഥർക്ക് ആഹാരം നൽകിയതിനു ശേഷം അവരുടെ ലോണ്ടറീസ് കളക്ട് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് 7:57 അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുന്നത്. ഒരു നാവികനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കരുത് എന്ന് കരുതുന്ന ഒരു ശബ്ദമായിരുന്നു അത്. ഒട്ടും സമയം കളയാതെ അദ്ദേഹം പുറത്തിറങ്ങി നോക്കി. ആകാശത്ത് അദ്ദേഹം കണ്ടത് ജാപ്പനീസ് എയർക്രാഫ്റ്റുകൾ അമേരിക്കയുടെ പോൾ ഹാർബറിൽ വട്ടം ചുറ്റുന്നു, ഒരു കഴുകനെ പോലെ. ബോംബുകൾ ഒന്നൊന്നായി കപ്പലുകളെ ഇല്ലാതാക്കുന്നു. ജീവന് വേണ്ടി അമേരിക്കൻ നാവികർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടുന്നു. പോൾ ഹാർബറിൽ എന്തിനാണ് ജപ്പാൻ ഈ ഒരു ആക്രമണം നടത്തിയത്? കേവലം ഒരു ബാവർച്ചി മാത്രമായിരുന്ന ഇദ്ദേഹത്തിന് എന്തിനാണ് അമേരിക്ക ഇത്രയും വലിയ ഒരു പുരസ്കാരം നൽകിയത്? കൂടാതെ 43 സെക്കൻഡ് എങ്ങനെ ജപ്പാൻ എന്ന ഈ ഒരു രാജ്യത്തിൻ്റെ ഇരുണ്ട അധ്യായം കുറിച്ചു? ഇന്നത്തെ നമ്മുടെ യാത്ര ഇമ്പീരിയലിസ്റ്റ് ജപ്പാൻ്റെ യഥാർത്ഥ ഇരുണ്ട ചരിത്രത്തിലേക്കാണ്. Spawned by the genius of man, a new age is born in the roar of thunder and the fire of the sun. At 8:15 in the morning of August 6th, the first atomic bomb struck an enemy target. In this instant, Robert Oppenheimer recalls a passage from a sacred book of the Hindu. Now I am become death, the destroyer of worlds. 1941 ഏത് രീതിയിലാണെങ്കിലും ചൈനയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക കളിക്കളത്തിലിറങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ ഇൻ്റർഫെയറൻസും ഉണ്ടായിരുന്നില്ല. മറിച്ച് അമേരിക്ക എന്ന ഈ ഒരു രാജ്യം വളരെയധികം ന്യൂട്രലായിരുന്നു. എന്നാൽ വളരെയധികം പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് സൃഷ്ടിക്കാൻ മറ്റൊരു രാജ്യം ശ്രമിച്ചിരുന്നു. ആ രാജ്യമായിരുന്നു ജപ്പാൻ. വളരെ വലിയ തോതിൽ നാച്ചുറൽ റിസോഴ്സസ് കുറവുള്ള ഒരു രാജ്യമായിരുന്നു ജപ്പാൻ. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക എന്നതായിരുന്നു ജപ്പാൻ്റെ ലക്ഷ്യം. കൊറിയ, തൈവാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാന പ്രദേശങ്ങളെ ജപ്പാൻ കീഴടക്കിയിരുന്നു. ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ തൻ്റെ കീഴിലാക്കണമെന്ന ആഗ്രഹവും ജപ്പാനുണ്ടായിരുന്നു. എന്നാൽ മലേഷ്യ ബ്രിട്ടീഷ് കോളനിയും ഇന്തോനേഷ്യ നെതർലൻഡിൻ്റെ കോളനിയും ഫിലിപ്പീൻസ് ന്യൂട്രലായി നിൽക്കുന്ന അമേരിക്കയുടെ കോളനിയുമായിരുന്നു. ജപ്പാൻ നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ആധിപത്യത്തിനോട് ഈ രാജ്യങ്ങൾക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ജപ്പാൻ്റെ പിന്നിൽ വാസ്തവത്തിൽ കളിച്ചുകൊണ്ടിരുന്നത് നാസി ലീഡറായിരുന്ന ഹിറ്റ്ലറാണ്. കാരണം ഇദ്ദേഹം ബ്രിട്ടീഷിനും അമേരിക്കയ്ക്കും എതിരായിരുന്നു. It is difficult to track down one single event that sparked the conflict, for ultimately it was a series of events that conspired together to eventually light the flame of war. The world's most hated treaty, the Treaty of Versailles, thus starting World War II in 1939. 1941 ജൂലൈ മാസത്തിൽ അമേരിക്ക ജപ്പാനെതിരെയുള്ള ആദ്യ പ്രഹരം നടത്തി. ഓയിൽ എക്സ്പോർട്ട് നിർത്തിവെച്ചായിരുന്നു അത്. ജപ്പാനിനെ സംബന്ധിച്ചിടത്തോളം 80% ഓയിലും എക്സ്പോർട്ട് ചെയ്തിരുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ചൈനയിലെ മഞ്ചൂരിയയിൽ നിന്നും നിങ്ങൾ സൈന്യത്തെ പിൻവലിക്കുക, അല്ലാത്ത പക്ഷം ഞങ്ങൾ നിങ്ങൾക്ക് ഓയിൽ എക്സ്പോർട്ടിംഗ് നടത്തുകയില്ല എന്നായിരുന്നു അമേരിക്കയുടെ പക്ഷം. എന്നാൽ ചൈനയിൽ നിന്നും ഇപ്പോൾ മിലിറ്ററിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ലോകചരിത്രത്തിൽ ഇത് ജപ്പാന് വളരെ വലിയ തിരിച്ചടിയായിരിക്കും. ലോകരാജ്യങ്ങൾ ഹിറ്റ്ലറിൻ്റെ ഡമ്മി എന്നായിരിക്കും ജപ്പാനെ വിളിക്കുക എന്ന ഒരു തോന്നൽ അവരിലുണ്ടായി. കൂടാതെ ഓയിലില്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാനും കഴിയുകയില്ല. എന്തായാലും മഞ്ചൂരിയയിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ മാറ്റുകയില്ല എന്നവർ തീരുമാനിച്ചു. പുതിയ ഒരു സ്ട്രാറ്റജി ജപ്പാൻ കളിച്ചു. അതെ, ഇന്തോനേഷ്യയെ ആക്രമിച്ച് കീഴടക്കുക. എന്നാൽ ചിന്തിക്കുന്നത് പോലെ ഇതത്ര എളുപ്പമുള്ള പരിപാടിയായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്തോനേഷ്യ നെതർലൻഡ്സിൻ്റെ കോളനിയായിരുന്നു. ഇവിടെ വരെ എത്തണമെങ്കിൽ ഫിലിപ്പീൻസിനെ ആക്രമിക്കേണ്ടതായി വരും. ഇതോ അമേരിക്കയുടെ കോളനിയും. ഏതെങ്കിലും രീതിയിൽ ജപ്പാൻ അമേരിക്കയുടെ കോളനിയെ ആക്രമിച്ചാൽ
അതിൻ്റെ തിരിച്ചടി എന്ന രീതിയിൽ പേൾ ഹാർബറിൽ നിന്നും ശക്തമായ ഒരു പ്രത്യാഘാതം ജപ്പാന് നേരിടേണ്ടതായി വരും. ജപ്പാനെ ഓയിൽ ക്രൈസിസ് അകത്തുനിന്ന് തിന്നുകയായിരുന്നു. അങ്ങനെ അവർ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അത് ഫിലിപ്പീൻസിലായിരുന്നില്ല, മറിച്ച് അമേരിക്കയുടെ ഹൃദയഭാഗമായ പേൾ ഹാർബറിലായിരുന്നു. ആക്രമണത്തിനുള്ള രഹസ്യ നീക്കം ജപ്പാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രധാനമായും 2 ബാറ്റിൽ ഷിപ്പുകളും 39 സബ്മറീനുകളും 30 ഡിസ്ട്രോയേഴ്സും 416ലധികം ബോംബേഡ് എയർക്രാഫ്റ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. 6 എയർക്രാഫ്റ്റ് കാരിയറിലൂടെയാണ് അവർ ഈ ഒരു ദൗത്യത്തിനായി പേൾ ഹാർബറിലേക്ക് നീങ്ങിയത്. മറുവശത്ത് അമേരിക്കയുടെ പേൾ ഹാർബർ പരിശോധിച്ചാൽ ഇവരുടെ കയ്യിൽ 8 ബാറ്റിൽ ഷിപ്പുകളും 59 ആൻറ്റി എയർക്രാഫ്റ്റുകളും 4 സബ്മറീനുകളും 390ലധികം എയർക്രാഫ്റ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ ജപ്പാനിൻ്റെ ഈ ഒരു ആക്രമണത്തിൽ നിന്നും വളരെ നിഷ്പ്രയാസം അമേരിക്കയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ഈ ഒരു ആക്രമണം ടോപ്പ് സീക്രട്ടായിരുന്നു നടത്തിയിരുന്നത്. ആക്രമണത്തിന് മുൻപായി യാതൊരു വിധത്തിലുമുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷനുകളും ഇവർ ഉപയോഗിച്ചിരുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കകം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടം നടക്കാൻ പോകുന്നു. 8000 കിലോമീറ്റർ താണ്ടി ഇതാ ജാപ്പനീസ് എയർക്രാഫ്റ്റുകൾ പേൾ ഹാർബറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നു. 7th ഡിസംബർ 1941 7:57 AM 350ലധികം ജാപ്പനീസ് എയർക്രാഫ്റ്റുകൾ കഴുകനെ പോലെ അമേരിക്കൻ പേൾ ഹാർബറിന് മുകളിലായി വട്ടം ചുറ്റി. തങ്ങളുടെ മുകളിൽ ഇതെന്താപത്താണ് വന്നിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള സമയം അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നില്ല. 2 ഗ്രൂപ്പുകളായി ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. 45 മിനിറ്റത്തേക്ക് ആദ്യത്തെ ഗ്രൂപ്പ് അറ്റാക്ക് നടത്തി. പിന്നീട് 10 മിനിറ്റുകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് വന്നത്. ഇവർ തങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി പേൾ ഹാർബറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റത്തേക്ക് ഇവിടെ മുഴുവൻ അന്ധകാരം മാത്രമായിരുന്നു. പുകയാൽ ആകാശം മുഴുവൻ മൂടപ്പെട്ടു. ഹാർബറിലുണ്ടായിരുന്ന എല്ലാ വിധത്തിലുമുള്ള എക്യുപ്മെൻസുകളും നിമിഷ നേരം കൊണ്ട് ജപ്പാൻ നാമാവിശേഷമാക്കി മാറ്റി. ഈയൊരു ആക്രമണത്തിനിടെ അമേരിക്കൻ കപ്പലിൽ ഡോറിസ് മില്ലർ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ ബാവർച്ചിയും ഉണ്ടായിരുന്നു. ലോണ്ടറി കളക്ട് ചെയ്തിരുന്ന ഇദ്ദേഹം പെട്ടെന്ന് ഒരു സൈറൺ കേൾക്കുന്നു. അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ജാപ്പനീസ് എയർക്രാഫ്റ്റിൽ നിന്നും ഒരു മിസൈൽ ഇദ്ദേഹത്തിൻ്റെ കപ്പലിൽ വന്നു കൊള്ളുന്നു. കപ്പലിലുണ്ടായിരുന്ന കപ്പിത്താനും മറ്റ് അനുബന്ധ പ്രവർത്തകർക്കും വളരെ മാരകമായ പരിക്കു സംഭവിക്കുന്നു. പെട്ടെന്ന് തന്നെ സേഫായ ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം അവരെ മാറ്റുകയും തുടർന്ന് ആൻറ്റി എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് 7ലധികം ജാപ്പനീസ് എയർക്രാഫ്റ്റുകളെ ഇദ്ദേഹം ഒറ്റയ്ക്ക് വെടിവെച്ചിടുകയും ചെയ്യുന്നു. യാതൊരുവിധ മുൻപരിചയവുമില്ലാതെയാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായാണ് ആഫ്രിക്കൻ അമേരിക്കനായ ഒരു വ്യക്തിക്ക് നേവി ക്രോസ് എന്ന നേവിയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു റിവാർഡ് ലഭിക്കുന്നത്. മെഡൽ ഓഫ് ഹോണറിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ റിവാർഡാണിത്. 1 മണിക്കൂർ 15 മിനിറ്റത്തെ ഈ ഒരു ആക്രമണത്തിന് ശേഷം ജാപ്പനീസ് എയർക്രാഫ്റ്റുകൾ തിരിച്ചു മടങ്ങി. അതുവരെ പ്രത്യക്ഷമായ യാതൊരു വിധത്തിലുമുള്ള ഇൻവോൾവ്മെൻറ്റും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് 2ാം ലോക മഹായുദ്ധത്തിലുണ്ടായിരുന്നില്ല. എന്നാൽ അമേരിക്കയെ ജപ്പാൻ നിർബന്ധിച്ച് ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറക്കി. അങ്ങനെ ജപ്പാനെതിരായി അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നീടുള്ള 3 മാസം അമേരിക്ക തൻ്റെ തകർന്നു പോയ നേവൽ ഫോഴ്സിനെ റീസ്റ്റോർ ചെയ്യുകയായിരുന്നു. ഇനിയാണ് 2ാം ലോക മഹായുദ്ധത്തിലെ തന്നെ മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ച ആ ഒരു യുദ്ധം നിങ്ങൾ കാണാൻ പോകുന്നത്. ഏപ്രിൽ 1942 ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ അമേരിക്ക ബോംബുകളുടെ സ്ഫോടനം തന്നെ നടത്തി. ഇത് 2ാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കയുടെ ആദ്യത്തെ അറ്റാക്കായിരുന്നു. പിന്നീട് വരുന്ന 3 വർഷ കാലഘട്ടം ജപ്പാനും അമേരിക്കയും തമ്മിൽ വളരെ വലിയ രീതിയിൽ യുദ്ധങ്ങൾ നടന്നു. അമേരിക്കൻ സൈന്യത്തിനു മുൻപിൽ ജാപ്പനീസ് സൈന്യം വളരെ പതിയെ ദുർബലപ്പെട്ടു തുടങ്ങി. എന്നാൽ പൂർണ്ണമായും തോൽക്കുകയില്ല എന്നതായിരുന്നു അവരുടെ അജണ്ട. ഓഗസ്റ്റ് 1945 ജപ്പാനെ ഏതു രീതിയിലും മുട്ടുകുത്തിക്കുക എന്ന തീരുമാനത്തിൽ അമേരിക്ക തൻ്റെ അവസാന തന്ത്രവും ഇറക്കി.
6 ഓഗസ്റ്റ് 1945 8 AM ഹിരോഷിമ. ജാപ്പനീസ് ജനത തങ്ങളുടെ തലയുടെ മുകളിൽ ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് കാണുന്നു. 4400 കിലോഗ്രാം ഭാരമേറിയ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിനെ വഹിച്ചാണ് ഈ പ്ലെയിൻ എത്തിയത്. 43 സെക്കൻഡ് കൊണ്ട് ഹിരോഷിമയെ ലക്ഷ്യമാക്കി ഈ അണുബോംബ് കുതിച്ചു. ജാപ്പനീസ് ജനത ഭൂമിയിൽ സൂര്യനെ കണ്ട ആ ഒരു നിമിഷം. ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ന്യൂക്ലിയർ അറ്റാക്ക്. ഹിരോഷിമയിലെ 80% ബിൽഡിങ്സും ഈ ഒരൊറ്റ അറ്റാക്കിൽ ഇല്ലാതായി. ജാപ്പനീസ് ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ പോലുമുള്ള സമയമുണ്ടായില്ല. ഇതിന് 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഓഗസ്റ്റ് 9, 1945, നാഗാസാക്കിയെ ലക്ഷ്യമാക്കി മാർക്ക് 3 അല്ലെങ്കിൽ ഫാറ്റ്മാൻ എന്ന മറ്റൊരു ന്യൂക്ലിയർ ബോംബ് കൂടെ യാത്രയായി. ഏകദേശം 4670 കിലോഗ്രാം ആയിരുന്നു ഇതിൻ്റെ ഭാരം. ഈയൊരു ബോംബുണ്ടാക്കിയ ഡിസ്ട്രക്ഷൻ നിങ്ങൾക്ക് കാണണ്ടേ? മനുഷ്യന് മുകളിൽ പ്രയോഗിച്ച ആദ്യത്തെയും അവസാനത്തെയുമായ ന്യൂക്ലിയർ അറ്റാക്ക്. 2,60,000-ത്തിലധികം ആളുകളെ ഈ ഒരു അറ്റാക്ക് എന്നേക്കുമായി ഇല്ലാതാക്കി. അടുത്ത ആഴ്ച കൊണ്ട് തന്നെ അമേരിക്കയുടെ മുൻപിൽ ജപ്പാൻ സറണ്ടർ ചെയ്തു. അങ്ങനെ 2ാം ലോക മഹായുദ്ധവും അവിടെ അവസാനിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.